ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോ മെയിനായിട്ട് ഡാൻസ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന, ഡാൻസ് കളിക്കാൻ മനസ്സിൽ ഭയങ്കരമായിട്ട് താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഉള്ളൊരു വീഡിയോ ആണ്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യണമെന്ന് തോന്നി. ബാക്കിയുള്ളവർക്ക് ചിലപ്പോൾ ഇത് കുറച്ച് ബോറടി ആയിരിക്കും കേട്ടോ. അതായത് മാർച്ച് 13 വ്യാഴാഴ്ച ആയിരുന്നു കേട്ടോ ആറ്റുകാൽ പൊങ്കാല. അപ്പോൾ അതിന് മുന്നായിട്ട് ഈ പൊങ്കാല ഇടുന്നവർക്ക് ഒരു ആശംസ പോലെ പറഞ്ഞിട്ട് ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ അതായത് 9 ദിവസത്തെ പ്രോഗ്രാമാണ് എന്നൊക്കെ യൂട്യൂബിലൊക്കെ ഒന്ന് നോക്കിയിട്ട് കൺഫേം ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ വീഡിയോ ചെയ്തത്. അപ്പോൾ അത് ഇങ്ങനെ നോക്കണതിൻ്റെ ഇടയിൽ ആണ് എനിക്ക് അന്നപൂർണേശ്വരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുഞ്ഞ് ഷോർട്ട് വീഡിയോയുടെ ഡാൻസ് കേട്ടോ. അപ്പോൾ അത് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ തൊട്ട് അതൊന്ന് ചെയ്യാം എന്തായാലും ഈ പൊങ്കാലയ്ക്കും 2 ദിവസം മുന്നാണ് ഈ പറയുന്നത്. അതായത് ചൊവ്വാഴ്ച ആണ് സെർച്ച് ചെയ്യണതിൻ്റെ ഇടയിൽ ഞാൻ ഇത് കണ്ടത്. വ്യാഴാഴ്ചയാണ് പൊങ്കാല ഇടാനായിട്ട് പോകേണ്ടത്. എൻ്റെ ഫസ്റ്റ് ടൈമായിരുന്നു കേട്ടോ ആറ്റുകാൽ പൊങ്കാലയിൽ ഞാൻ പങ്കെടുക്കുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കത് ചെയ്യണം എന്നിങ്ങനെ മനസ്സിൽ ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നിയിട്ടോ. ഞാൻ മെയിനായിട്ട് ഡാൻസും പാട്ടൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എനിക്കത് ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷെ ചെയ്യാൻ നല്ല താല്പര്യമുണ്ട്. അപ്പോൾ പക്ഷേ ആദ്യം തന്നെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 2 മാസം കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. പക്ഷെ ആദ്യം തന്നെ ഈ ഡാൻസ് ചെയ്ത് ആൾക്കാർക്കൊന്നും ഒരു പരിചയമായിട്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞിട്ട് അവർ കണ്ടിട്ട് അധികം വ്യൂസൊന്നും വന്നില്ലെങ്കിൽ നമുക്ക് ഉള്ളിൽ ഭയങ്കര വിഷമാവുമല്ലോ. അതുകൊണ്ട് ഞാനിങ്ങനെ പതുക്കെ കുറച്ചും കൂടിയൊക്കെ കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ ആയതിന് ശേഷം ഡാൻസിൻ്റെ വീഡിയോസൊക്കെ ചെയ്യാമെന്നുള്ള ഒരു പ്ലാനിങ്ങിൽ ഇരിക്കുകയായിരുന്നു. അപ്പോഴായിരുന്നു ഈ ഷോർട്ട് വീഡിയോ കണ്ടത്. അപ്പോൾ കണ്ടപ്പോൾ തൊട്ട് എനിക്ക് അത് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. അങ്ങനെ ആദ്യത്തെ ദിവസം, അതായത് ചൊവ്വാഴ്ച വൈകിട്ട് ഇവിടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് സന്ധ്യയ്ക്ക് ഇവിടെ മുകളിൽ പോയിട്ട് ചെയ്യേണ്ടി വരും. എന്തായാലും വീടിൻ്റെ ഉള്ളിൽ വെച്ച് ചെയ്യാൻ എനിക്ക് അത്ര താല്പര്യം തോന്നിയില്ല കേട്ടോ. ഒത്തിരി ഒന്ന് നല്ല വെളിച്ചൊക്കെയുള്ള സ്ഥലത്ത് വെച്ച് ചെയ്യണം എന്നൊരു ആഗ്രഹമാണ് തോന്നിയത്. അതിനിപ്പോൾ ഇവിടെ നമുക്ക് അങ്ങനെ മുറ്റത്ത് സ്ഥലമൊന്നുമില്ല. ഇവിടെ ഞങ്ങൾ ഏട്ടൻ തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യണതുകൊണ്ട് നമ്മൾ റെൻറ്റഡ് ഹോമിലാണ് താമസിക്കുന്നത്. അപ്പോൾ അങ്ങനെ പുറത്ത് സ്ഥലമില്ല. മുകളിലാണെങ്കിൽ നല്ല വെളിച്ചം ഉണ്ടാവും, വലിയ കുഴപ്പമില്ല. പക്ഷേ മനുവേട്ടനാണെങ്കിൽ സന്ധ്യ നേരത്ത് IT-യിലാണ് പുള്ളി വർക്ക് ചെയ്യുന്നത്. IT ഫാമാണ്. അപ്പോൾ ആൾക്ക് കോളുണ്ട്. ഈ IT-കാരുടെ കോളൊക്കെ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ അങ്ങനെ നീണ്ടു നിൽക്കും. അപ്പോഴേക്കും വെളിച്ചവും പോവും. അപ്പോൾ എനിക്കാണെങ്കിൽ ഇത് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ മനുവേട്ടൻ പറഞ്ഞു, എന്നാൽ പിന്നെ നീ പിള്ളേരെ കൂട്ടിയിട്ട് പോയി വീഡിയോ എടുക്കുക. ട്രൈപോഡൊക്കെ ഉണ്ട്. മൈദൂസിൻ്റെ ആൾക്കുട്ടനും കൂടിയിട്ട് എനിക്ക് വീഡിയോ എടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്തു. ട്രൈപോഡിൽ വെച്ചിട്ട് ഞാൻ ദേവോട് പറഞ്ഞു പാട്ട് ഓൺ ചെയ്യണം, മൈദിലുമോള് വീഡിയോ ഓൺ ചെയ്ത് തരണം എന്നൊക്കെ. പക്ഷേ വീഡിയോ എടുത്ത് കുറച്ചൊക്കെ കഴിഞ്ഞ് നോക്കിയപ്പോൾ ഡാൻസ് ആകുമ്പോൾ നമ്മൾ ഒറ്റ ഭാഗത്ത് നിന്നിട്ടല്ലല്ലോ ചെയ്യണത്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങുമല്ലോ. അപ്പോൾ ഞാൻ ചിലത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങി കാണിക്കണതിൻ്റെ എൻ്റെ കൈ കാണുന്നില്ല, ഇപ്പുറത്തേക്ക് നീങ്ങി കാണിക്കുമ്പോൾ ഈ കൈ കാണുന്നില്ല, അങ്ങനെയൊക്കെയായി. അപ്പോൾ എനിക്ക് ആകെ ഒരു വിഷമമായി. പിന്നെ ഞാൻ വിചാരിച്ച് അല്ലെങ്കിൽ പിന്നെ വേണ്ട, ഈ വീഡിയോ നമുക്ക് പിന്നീട് ഞാൻ മുന്നേ പ്ലാൻ ചെയ്ത പോലെ തന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഡാൻസിൻ്റെ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങാം എന്നൊക്കെ വിചാരിച്ചു. പിന്നെ എന്നിട്ട് ഞങ്ങൾ തിരിച്ച് താഴേക്ക് ഇറങ്ങി പോന്നു. പിന്നെ പിറ്റേ ദിവസമായപ്പോൾ, അതായത് ബുധനാഴ്ച, അതിൻ്റെയും വ്യാഴാഴ്ചയാണ് ഈ പൊങ്കാല. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇനി ബുധനാഴ്ച ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ എനിക്ക് ആ പൊങ്കാലയ്ക്ക് മുന്നേ വീഡിയോ ചെയ്തിടണമെന്ന് എന്തോ നമുക്ക് ചില നേരത്ത് ചില കാര്യങ്ങൾ ഇപ്പം തന്നെ ചെയ്യണമെന്ന് തോന്നുമല്ലോ. അപ്പം അങ്ങനെ തോന്നിയിട്ട് ഇതാണ് കേട്ടോ ഫസ്റ്റ് ഡേ. ഇപ്പോൾ മൈദൂസും ദേവക്കുട്ടനും എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ ദേവക്കുട്ടനോട് പാട്ട് പ്ലേ ചെയ്യാൻ പറഞ്ഞപ്പോൾ അത് 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചെയ്യണം. അപ്പോൾ അതിൻ്റെ കുറച്ച് കംപ്ലൈൻറ്റുകൾ, കുഞ്ഞു തല്ലുകൂട്ടങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ. പിന്നെന്താണെങ്കിൽ എനിക്ക് ആദ്യത്തെ ദിവസം ഞാൻ ഗ്രേ കളർ സാരി, പിന്നെ അവിടെ ഇപ്പോൾ താഴ്ഭാഗം അത് ആകെ ഒരു ഗ്രേ ഷെയ്ഡായപ്പോൾ എനിക്ക് താഴെ വന്നിട്ട് വീഡിയോ നോക്കിയപ്പോൾ അതെനിക്ക് അത്രയ്ക്ക് സ്യൂട്ടായിട്ട് തോന്നിയില്ല കേട്ടോ, ആകെ ഒരു ഗ്രേ കളർ വന്നപ്പോൾ. എന്നിട്ട് ഞാൻ 2ാമത്തെ ദിവസമായപ്പോൾ വേറൊരു സാരി സെലക്ട് ചെയ്തു കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ തന്നെ എനിക്കൊരു ഉച്ച തൊട്ട് ഇങ്ങനെ തോന്നുന്നുണ്ട്, എന്തായാലും ഇന്ന് തന്നെ ആ വീഡിയോ ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ ആളുടെ കോൾ ഇതൊക്കെ ഒതുങ്ങിയിരിക്കുന്ന ഒരു നേരമായിരുന്നു. പിന്നെ ആ 2 ദിവസം ചെറുതായിട്ട് മഴക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 5 മണി തൊട്ട് തന്നെ അങ്ങനെ ഭയങ്കര വെയിലൊന്നും ഇല്ല. അപ്പോൾ മുകളിൽ പോയിട്ട് പെട്ടെന്ന് വീഡിയോ എടുത്തിട്ട് വരാനുള്ള രീതിയിൽ ആദ്യ ദിവസം ഞാനൊരു ഗ്രേ കളർ സാരിയാണ് കേട്ടോ എടുത്തിരുന്നത്. അതൊക്കെ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റായിട്ട് അത് കാണിച്ചു തരാം. മ്യൂസിക്കൊന്നുമില്ല, മ്യൂസിക് ആ ഷോർട്ട് വീഡിയോയിൽ നമ്മൾ ആഡ് സൗണ്ട് കൊടുക്കുമ്പോഴല്ലേ മ്യൂസിക് വരുള്ളൂ. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം.
അങ്ങനെ ഞങ്ങൾ മുകളിലേക്ക് പോയി. ഒരു 3 പ്രാവശ്യം എടുത്തപ്പോഴേക്കും ഏകദേശം ഓക്കെ ആയി. പിന്നെ ആദ്യമായിട്ട് ചെയ്യണതിൻ്റെ ഒരു പെർഫെക്ഷൻ കുറവ് എനിക്ക് ഫീൽ ചെയ്തു. എന്നാലും അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിൽ അത്യാവശ്യം നല്ല സന്തോഷം തോന്നി കേട്ടോ. അപ്പോൾ ഇതുപോലെ എന്നെ പോലെ ആരെങ്കിലുമൊക്കെ ചിലർക്ക് ഇങ്ങനെ ഭയങ്കരമായ ആഗ്രഹം ഉണ്ടായിരിക്കും ഡാൻസ് കളിക്കണമെന്ന്. അത്യാവശ്യം അറിയണമുണ്ടായിരിക്കും, ചിലപ്പോൾ പഠിച്ചില്ലെങ്കിലും അത് അത്യാവശ്യമൊക്കെ അറിയണവരുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഇങ്ങനെ മടിച്ച് നിൽക്കാണ്ട് നിങ്ങളത് ചെയ്ത് നോക്കൂ കേട്ടോ. ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു കോൺഫിഡൻസ് ഉള്ളിൽ വരും ശരിക്കും. അതിന് വേണ്ടി അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. ഞാൻ എൻ്റെ മക്കളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇവരാണ് എൻ്റെ ആദ്യത്തെ വീഡിയോ എടുത്തു തന്നത് കേട്ടോ. അത് പക്ഷെ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾ വന്ന് നോക്കിയപ്പോൾ അത്ര നല്ല വീഡിയോ അല്ലായിരുന്നു അത്. പിന്നെ ഏട്ടൻ എടുത്തു തന്നതാണ് അപ്ലോഡ് ചെയ്തത്. ഇവർക്കിപ്പോൾ വെക്കേഷൻ തുടങ്ങി കേട്ടോ. ഇന്ന് എക്സാമൊക്കെ കഴിഞ്ഞ് 2 പേർക്കും വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ 2 ദിവസം എടുത്തു എന്ന് പറഞ്ഞല്ലോ. അതിൽ ഫസ്റ്റ് ഡേയും സെക്കൻഡ് ഡേയും ഈ വീഡിയോയുടെ ലാസ്റ്റായിട്ട് ജസ്റ്റ് ക്ലിപ്പ് ചെയ്ത് വെക്കാവേ. അപ്പോൾ പറഞ്ഞ പോലെ ഡാൻസ് കളിക്കണം, പാട്ട് പാടണം എന്നൊക്കെ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഒട്ടും മടി വിചാരിക്കാണ്ട് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നന്നായി കോൺഫിഡൻസ് കൂടും കേട്ടോ. എനിക്കിതുപോലെ ഈ ആശാശരത്തിൻ്റെയൊക്കെ ഡാൻസ് ചെയ്യണ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഒരെണ്ണം പോലും വിട്ട് കളയില്ല കേട്ടോ. കാണും, ഫുള്ളായിട്ട് തന്നെ കാണും ഇരുന്ന്. പിന്നെ നവ്യ നായരുടെയൊക്കെ സ്റ്റേജ് ഷോസ് അതൊക്കെ അത്യാവശ്യം യൂട്യൂബിൽ ഇങ്ങനെ പെട്ടെന്ന് സെർച്ച് ചെയ്യണതിൻ്റെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ വിട്ട് കളയില്ല, എന്തായാലും കാണും. അത്രയും ഇഷ്ടമാണ് കേട്ടോ ഡാൻസ്. ഈ ബ്ലൂ സാരി എടുത്ത വീഡിയോ ആണ് കേട്ടോ നമ്മൾ യൂട്യൂബിൽ ഷോർട്സ് ആയിട്ട് ഇട്ടത്. ഇതിൻ്റെ മുഖത്ത് എക്സ്പ്രഷൻ വന്നതൊക്കെ കുറവായിരുന്നു. പക്ഷെ ഞാൻ ആദ്യമായിട്ട് ചെയ്തതാണല്ലോ, ഞാൻ വിചാരിച്ച സമയത്തിൽ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതിൽ ഞാൻ അപ്ലോഡ് ചെയ്തു എന്നുള്ളൂ. ഇനി കുറച്ചും കൂടി ബെറ്ററായിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇടണം എന്ന് വിചാരിക്കണം, കുറച്ച് നാൾ കഴിയുമ്പോൾ. പിന്നെ നമ്മുടെ ചാനലിൽ ഇവിടെ വീട്ടിൽ കുറച്ച് ബേർഡ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ ടേസ്റ്റിനുള്ള വീഡിയോസാണ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കണേ. അപ്പോൾ ഓക്കെ, ബൈ.